പണ്ടാരം ഒടുക്കത്തെ അഗ്രസീവ് കേട്ടോ ഗൈസ്. ഓക്കെ, നമ്മളിപ്പോൾ ആലുവയിലുള്ള മെഗാ മോട്ടോഴ്സിൻ്റെ ഷോറൂമിൽ നിന്ന് വണ്ടി എടുത്തിരിക്കുകയാണ്. ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈം എവർ ഞാൻ ഓടിക്കുന്ന ഈ വണ്ടി. ഓക്കെ, സോ ഇതായിരിക്കും എൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ. ഈ ഒരു ബൈക്കിൻ്റെ എൻജിനും എല്ലാം ലൈക്ക് റൈഡിങ്ങും എല്ലാത്തിനോടും ഉള്ള ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ഫ്രഷ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതേ ഉള്ളൊരു മാർഗം. അമ്മേ, ഇത് RPM കയറുന്നൊന്നും അറിയുന്നില്ല കേട്ടോ. ഞാൻ ആ ലിമിറ്റർ അടിക്കുന്നത് വരെ RPM ഇത് പോകുന്നുണ്ടെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. വണ്ടി കിക്ക കേട്ടോ, വണ്ടി ശരിക്കും കിക്ക. അമ്മ, ഓ, പണ്ടാരം ഒടുക്കത്തെ അഗ്രസീവ് കേട്ടോ ഗൈസ്. ലൈക്ക് ഫോർ എ ബിഗിനർ നിങ്ങൾക്ക് പൊളിക്കാൻ പറ്റിയൊരു വണ്ടി. ആൻഡ് ക്വിക്ക് ഷിഫ്റ്റർ, ഓ കൊള്ളാം കൊള്ളാം. നമുക്ക് ഇവിടുന്ന് കുറച്ച് പയ്യെ പോവാം. അതോറിറ്റീസ് ആർ ഇൻ ഫ്രണ്ട് ഓഫ് us. സോ വെറുതെ പുതിയ വണ്ടികൾ കാണുമ്പോൾ അവർക്ക് പോലും അറിയത്തില്ല ഏതാ വണ്ടി എന്നുള്ളത്. അതുകൊണ്ട് ഹാൻഡിൽ ബാർ അത്യാവശ്യം നല്ല വൈഡായിട്ടാണ് ഇരിക്കുന്നത്. അതായത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഹാൻഡിൽ ബാറാണ്. ഇതിനകത്ത് ഹാൻഡിൽ ബാറും ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഫോർ അഗ്രഷനാണ് കേട്ടോ, എക്സ്ട്രീം അഗ്രഷൻ. ഓ, എൻജിൻ മോനെ, ഈ ഒരു എൻജിൻ ഇപ്പോൾ ഈ ഓടിച്ചിട്ട് കൊള്ളാം. ഭയങ്കര സ്മൂത്താണ് റെസ്പോൺസൊക്കെ. ഓക്കെ, ഇതിനകത്ത് ഒരു സംഗതി ഇപ്പോൾ കിട്ടിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ത്രോട്ടിൽ എടുത്ത് തിരിക്കുമ്പോൾ ഇതിൻ്റെ സ്വിച്ചിൻ്റെ പൊസിഷനിങ് ചെറിയ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. കൈ അതിൽ ചെറുതായിട്ടൊന്ന് ഉടക്കി. അടി മോനെ, കൊള്ളാം 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 കൊള്ളാം. എനിക്ക് ആ സ്വിച്ചിൻ്റെ പൊസിഷനിങ് ലൈക്ക് ഇവിടെ ഒരു ചെറിയൊരു ഈ ഒരു എക്സ്റ്റൻഡഡ് പോർഷൻ അവർ കൈ എടുത്ത് തിരിക്കുന്നതിനെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട് ചെറുതായിട്ട്. ഓക്കെ, റേഡിയേറ്ററിൻ്റെ ഫാൻ കിക്കുന്നതായിട്ടുണ്ട്. ബട്ട് ഹീറ്റിങ് എനിക്ക് അത്ര ഫീൽ ആകുന്നില്ല കേട്ടോ. എൻജിൻ്റെ ആ ഒരു ഭാഗത്ത് നിന്ന് കുറച്ചുകൂടെ ഓടിച്ച് കഴിയുമ്പോഴത്തേക്കിന് അറിയാൻ പറ്റും ഹീറ്റിങ്ങിൻ്റെ കേസ് എന്താ എന്നുള്ളത്. പടാ പപ്പടോ, എൻ്റെ പൊന്നണ്ണ, കിട്ടുക്കൻ സാധനം, കിട്ടുക്കൻ, കൊള്ളാം. റൈഡിങ് പോസ്റ്ററും അത്യാവശ്യം നല്ല സെറ്റാണ്. ഇനി സസ്പെൻഷൻസൊക്കെ നമുക്കൊന്ന് ഇച്ചിരി ഹാർഡാണ് കേട്ടോ. ആ ഹമ്പിൻ്റെ ഓരോ കട്ടയും ഞാൻ അറിഞ്ഞു. ഇപ്പോൾ എല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് ഈ ഒരു ഷെയ്ക്ക് അറിയാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. ലൈക്ക് സസ്പെൻഷൻ സെറ്റപ്പ് ചെയ്തിരിക്കുന്ന കുറച്ച് ഹാർഡായിട്ടാണ്. ഓൺ റോഡ് പെർഫോമൻസ് കൊള്ളാം. ഇപ്പോൾ ഇവിടെ വരെ ഓടിച്ചതിൽ ഓൺ റോഡിൽ കിട്ടിയ പെർഫോമൻസ് പക്കായിരുന്നു കേട്ടോ. ഭയങ്കര ഫീലാണ്. ഹാൻഡിൽ ബാർ കൺവെൻഷണൽ ഹാൻഡിൽ ബാറുകളെക്കാട്ടിലൊക്കെ കുറച്ചുകൂടെ ഒരു എന്താ പറയുക, ഒരു വെറൈറ്റി ഫീൽ ചെയ്യുന്നു. കാരണം ഇത് മറ്റേതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് റൈഡറിൻ്റെ അടുത്തോട്ട് ബെൻഡ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും ഇരിക്കുന്ന ഈ ഒരു പോർഷൻ. ഇതങ്ങനെയൊന്നുമില്ല, സ്ട്രൈറ്റ് റൈഡർ വേണേൽ ഹാൻഡിൽ ബാറിലോട്ട് കിടക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് ഹാൻഡിൽ ബാർ ഇരിക്കുന്നത്. എല്ലാ ഗിയറും സ്മൂത്താണ് കേട്ടോ. എൻജിൻ്റെ ആ ഒരു റെസ്പോൺസ് ഭയങ്കര സ്മൂത്താണ്. ഇത് നമ്മുടെ കരീഷ്മയുടെ ആ ഒരു 210cc പ്ലാറ്റ്ഫോം തന്നെ അവന്മാരിത് 250cc ബോർ ചെയ്ത് സൈസ് കൂട്ടി പവർ കൂട്ടി ഇറക്കിയേക്കുക. കാരണം എൻ്റെ അമ്മേ, മൂട് കൊള്ളാം. ഹീറോയുടെ ഭാഗത്ത് നീങ്ങുന്ന സാധനം
10K വരെ അടിക്കുന്നുണ്ട്. റെഡ് ലൈൻ അടിക്കുന്ന 10Kയിലാണ്. 9.5 9.5 10 അത് ഫൈൻ. റോഡ് കുറച്ച് മോശമല്ല, എനിക്ക് വലിച്ചെടുത്തൊന്ന് പൊളിക്കായിരുന്നു. ബട്ട് ഓടിച്ചത്രയും വണ്ടി നൈസാണ്. ഓക്കെ, നമുക്കിനി ഇന്ന് പയ്യെ പോയി നോക്കാം ഏത് ഗിയർ വരെ എത്ര കിലോമീറ്റർ സ്പീഡ് പിക്ക് ചെയ്യുമെന്നുള്ളത്. ഇപ്പോൾ 4ത്തിലാണ്, നോക്കിങ് ഇല്ല, ചെറിയൊരു കയറ്റമുണ്ട്. ചെറിയൊരു വൈബ്രേഷൻ വണ്ടിയുടെ നോക്കിങ് അടിക്കുന്നുണ്ട് 4ത്തിൽ. ചെറിയൊരു ടയേർഡ്നെസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും എഞ്ചിൻ്റെ ആ ഭാഗത്ത് നിന്ന് ഇത്ര സ്ലോയിൽ പോകുമ്പോൾ. ബട്ട് ഞാൻ പറയാമല്ലോ, ഈ ഒരു വണ്ടി എടുക്കുന്ന ആൾക്കാർ ഇതിങ്ങനെ പയ്യെ ഓടിച്ച് കൊണ്ടു നടക്കരുത്. ഈ ഒരു വണ്ടി ബിൽഡ് ലൈക്ക് അഗ്രസീവ്. സീരിയസ്ലി ഇതിൻ്റെ ഷേപ്പാണേലും അതെ, ഓൾമോസ്റ്റ് എവറി എലമെൻറ്റ് നമ്മൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ ഡിസൈൻഡ് ഫോർ അഗ്രഷൻ. അയ്യോ, പിന്നെന്തോ പ്രശ്നമുണ്ട്. സസ്പെൻഷൻ കുറച്ച് നിങ്ങൾ ഓഫ് റോഡൊക്കെ പോവുകയാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാകും ഓഫ് കോഴ്സ്. ബട്ട് ഓൺ റോഡിൽ ഡൗൺ ഷിഫ്റ്റ് ചെയ്തപ്പോൾ ഈ സാധനം ചെറിയ വൈബ്രേഷൻസ് കയറ്റിക്കൊണ്ടിരുന്നുണ്ട് കേട്ടോ. ഓക്കെ, വണ്ടിയുടെ എൻജിൻ്റെ ഒരു സ്മൂത്ത്നെസ് ഫോർ എ ലോങ് പീരീഡ് ഓഫ് ടൈമിൽ കിട്ടുന്നില്ല. ലൈക്ക് സ്മൂത്താണ്, ബട്ട് നമ്മൾ പുഷ് ചെയ്യുന്നതനുസരിച്ച് ഈ സാധനം കുറച്ച് ഓക്കെ ഓക്കെ പറക്കും ഗൈസ്, പറക്കും. ഈ സാധനം പറപ്പിക്കും. അങ്ങോട്ട് റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ്, സോ നമുക്ക് ഇവിടെ നിന്ന് തിരിക്കാം. ഇനി തിരിക്കുന്ന കാര്യം നമുക്കൊന്ന് പറയാം. വണ്ടി വലിയ ഹെവി ആയിട്ട് തോന്നത്തില്ല, പക്ഷേ ഇതിനകത്തൊരു അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടർ എന്ന് പറയുന്നത് ഇതിൻ്റെ ഹാൻഡിൽ ബാറാണ്. കാരണം ഇത് പക്ക സ്ട്രെയിറ്റ് ആയിട്ടാണ് ഈ ഹാൻഡിൽ ബാർ വെച്ചേക്കുന്നത്. അന്നേരം നമുക്ക് ആ ഒരു ടേണിങ്ങിൻ്റെ ടൈമിൽ ലൈക്ക് നമ്മളിത് യൂസ്ഡ് ആയിട്ടില്ലാത്തൊരു സെറ്റപ്പ് ആയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ആ ഒരു തോട്ട് തോന്നുന്നത്. എടുത്ത് പെട്ടെന്ന് ഇങ്ങനെ ഒരു യൂ ടേൺ അടിക്കുന്ന രീതിയിൽ പെട്ടെന്ന് വളയ്ക്കാനായിട്ടോ ഒക്കെ കുറച്ച് ടാസ്ക് ഉള്ളൊരു ഹാൻഡിൽ സെറ്റപ്പായിട്ട് എനിക്ക് തോന്നി. ലൈക്ക് ഇതൊരു പേഴ്സണൽ തോട്ടാണ്. കുറച്ച് സ്ട്രെയിറ്റ് ലൈൻ കിടപ്പുണ്ട്. സെക്കൻഡ് ഗിയർ നമുക്ക് നോക്കാം. തേർഡ്, ഫോർത്ത്. ഓക്കെ ഓക്കെ, നൈസ് നൈസ്, ലുക്സ് കൂൾ. റോഡ് പ്രസൻസും കൊള്ളാം. കാരണം ഈ ഒരു ലുക്ക് ഫസ്റ്റ് ടൈം ആയിരിക്കും എല്ലാവരും ഓൾമോസ്റ്റ് ആൾക്കാർ കാണുന്നത്. കാരണം സ്ട്രെയിറ്റ് ലൈൻ, ഓ ഓക്കെ, ചെറിയ റോഡാണ്. സോ അധികം നമുക്ക് അക്രമം കാണിച്ച് വഷളാക്കണ്ട. നമുക്ക് സോ 4th ഗിയറിലൊക്കെ ഈ വണ്ടി കയറുന്നുണ്ടല്ലോ. ബാക്കി ഇനി കിടക്കുക 6 ഗിയറിൽ 4 ഗിയർ ആയിട്ടുള്ളൂ. ബാക്കി 2 ഗിയറും കൂടെ കിടക്കുകയാണ്. ഓക്കെ, ഓഫ് റോഡ്, ഓഫ് റോഡ് ഈസ് വെരി ബാഡ്. ഇതിൻ്റെ മോഡൊക്കെ നമുക്കൊന്ന് നിർത്തിയിട്ടിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ലൈക്ക് ഇനി റൈഡിങ് മോഡ്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. ബൈ ഡിഫോൾട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ ABS ലൈറ്റൊക്കെ മിന്നുന്നൊക്കെ ഉണ്ടായിരുന്നു. മോഡ് ഏതാണെന്ന് ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല. ആൻഡ് ഫ്രണ്ട് ABS കൊള്ളാം കേട്ടോ. നൈസ് നൈസ്. ഓക്കെ, നല്ലൊരു സ്ട്രെയിറ്റ് ലൈനാണ്. ലെറ്റ്സ് സീ.
ആ മോനെ, ഈ എഞ്ചിനിൽ ഹീറോ അത്യാവശ്യം കുക്ക് ചെയ്തിട്ടുള്ള എഞ്ചിനാണ് കേട്ടോ ഇത്. ദിസ് തിങ് ഈസ് ക്വിക്ക് ഗൈസ്. കൊള്ളാം സാധനം. ഓക്കെ, 130 135 ഒക്കെ വണ്ടിക്ക് ഭയങ്കര സ്മൂത്താണ്. ഇതിൽ സ്റ്റെബിലിറ്റിയുടെ കാര്യത്തിലും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ആ 130ലും വണ്ടി നമുക്ക് കോൺഫിഡൻസ് തരുന്നുണ്ട് സ്റ്റെബിലിറ്റിയുടെ കേസിൽ. എനിക്ക് തോന്നിയ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വിൻഡ് ബ്ലാസ്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര എക്സ്ട്രീമാണ് കേട്ടോ. ഭയങ്കര എക്സ്ട്രീം ലെവൽ ഓഫ് വിൻഡ് ബ്ലാസ്റ്റ് നമുക്ക് കിട്ടുന്ന ഒരു 130 120 കഴിയുമ്പോൾ തന്നെ നല്ല രീതിയിൽ അടിച്ചങ്ങ് കയറും. നല്ല വിൻഡ് ബ്ലാസ്റ്റ് ആണ്. സോ ആ ഒരു ബുദ്ധിമുട്ട് ഉണ്ട്. ബട്ട് വെൽ, നമ്മൾ നെയ്ക്കഡ് നോക്കുന്ന സമയത്ത് വിൻഡിൻ്റെ ഒരു സീൻ അധികം അങ്ങനെ നോക്കേണ്ടതായിട്ട് ഇല്ല. ബിക്കോസ് ഓൾമോസ്റ്റ് എല്ലാ നേക്കഡ് ബൈക്സിലും ഒരു വിൻഡിൻ്റെ ഇഷ്യൂ ഉള്ളതാണ്. അപ്പോൾ വിൻഡിനെ നമ്മൾ അങ്ങനെ അധികം നോക്കേണ്ട കാര്യമില്ല. ബട്ട് വണ്ടിയുടെ എഞ്ചിന് റെസ്പോൺസും കാര്യങ്ങളും എല്ലാം അത്യാവശ്യം സെറ്റാണ്. വണ്ടി ഇപ്പോൾ ചെറിയ രീതിക്ക് വൈബ്രേഷൻസ് കൊണ്ടുവരുന്നുണ്ട്. ഫുഡ് പെക്കിലും അതുപോലെ തന്നെ എനിക്ക് സീറ്റിലും ചെറിയൊരു വൈബ്രേഷൻ അറിയാൻ പറ്റുന്നുണ്ട് 4th ഗിയറിൽ. അപ്പോൾ അതൊക്കെയാണ് പുതിയ എക്സ്ട്രീം 250R ഒരു റൈഡിങ് എക്സ്പീരിയൻസ് എന്ന് പറയാനുള്ളത്. ഫസ്റ്റ് ടൈം എനിക്ക് കിട്ടിയ ഒരു എക്സ്പീരിയൻസ്. ആൻഡ് ഇതിൻ്റെ ഒരു കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ ഇതിൻ്റെ പുറകെ ഞാൻ ഇടുന്നതായിരിക്കും. സോ എല്ലാവരും ചാനലൊന്ന് സബ് ചെയ്തു ആൻഡ് സ്റ്റേ ട്യൂൺഡ്.